ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ സമൂസ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ ഫില്ലിങ്, അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ചിക്കൻ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ലൈം ജ്യൂസും ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ നോർമലി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് പോലെ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്തു. അതിനുശേഷം ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നപ്പോഴത്തേനും അതിലേക്ക് 1-2 സവോള അരിഞ്ഞതിട്ടു. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കിടന്ന് കുക്കാവട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. വൈറ്റ് സോസ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് മൈദയും അതുപോലെ തന്നെ ബട്ടറും പാലും കൂടെ ചേർത്തിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കി. അപ്പോൾ ആ വൈറ്റ് സോസ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഓണിയൻ മിക്സിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സമൂസയുടെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫില്ലിംഗാണ്. അപ്പോൾ വൈറ്റ് സോസിൻ്റെ ആ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു ചെറിയ പീസ് ബട്ടർ, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു 1/2 കപ്പ് പാല്, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ്, നമ്മുടെ ഫില്ലിങ് റെഡിയായി. പിന്നെ ഞാൻ സമൂസയുടെ ലീഫ് എടുത്തു. സ്വിസിൻ്റെ സമൂസ ലീഫാണ്. അപ്പോൾ സമൂസ ലീഫ് എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു സമൂസയാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനപ്പോൾ എൻ്റെ സമൂസ റെഡിയായി. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ സ്നാക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സമൂസ തന്നെയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിൽ വൈറ്റ് സോസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സമൂസ ഫ്രൈ ചെയ്യുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സമൂസയുടെ ഫില്ലിങ്ങാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. വളരെ യമ്മി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫില്ലിങ്. പിന്നെ പുറമേ നമ്മൾ സമൂസ ലീഫിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ഉള്ളിൽ വളരെ ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഫില്ലിങ്ങും ഒക്കെ വരുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ സമൂസയാണ്. അപ്പോൾ എന്താണേലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കുറച്ച് ചിക്കനും കുറച്ച് ഓണിയനും അതുപോലെ തന്നെ വൈറ്റ് സോസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് അല്ലെങ്കിൽ ഇഫ്താർ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുള്ള ടൈമായി. അപ്പോൾ നമുക്കൊരു 6 സമൂസ ഞാൻ പൊരിച്ചു ടേബിളിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക. റെസിപ്പി ഈ ഒരു സമൂസയുടെ ഫില്ലിങ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.